കപ്പയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുക്, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ചെറിയ ഉള്ളിയും ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 3 പച്ചമുളക് നെടുകെ കീറിയതും 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1.5 കപ്പ്. പിന്നെ പുളി വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി തിളച്ച് വരുമ്പോൾ വരഞ്ഞു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. സൂപ്പർ മത്തിക്കറി റെഡി.